ഗോവിന്ദൻ പങ്കുവച്ചത്. MS. നിലമ്പൂരിൽ ഇനി രാഷ്ട്രീയം സംസാരിക്കും എന്നുള്ള നിലയ്ക്കാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം വരുന്ന പല പോസ്റ്റുകളിലെയും പ്രധാനപ്പെട്ട സമാനമായ സവിശേഷമായ ഒരു കമന്റ് എന്ന് പറയുന്നത്. നിലമ്പൂരിൽ ഇനി രാഷ്ട്രീയം സംസാരിക്കും. എം സ്വരാജിനെ പോലെ CPIM-ന്റെയും LDF-ന്റെയും നയങ്ങളെക്കുറിച്ച് ഏത് പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥകൾക്കിടയിലും വ്യക്തതയോടുകൂടിയും സുതാര്യതയോടുകൂടിയും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടിയും ഒക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മാറുമ്പോൾ ഓരോ പ്രചാരണ വേളയിലും ഓരോ പ്രസംഗത്തിലും രാഷ്ട്രീയ പ്രസംഗത്തിലും പ്രചാരണ പ്രസംഗത്തിലും പൊതുപ്രസംഗത്തിലും നേതാക്കളുമായിട്ടുള്ള ഒരുമിച്ചുള്ള സംഭാഷണത്തിലും വോട്ടർമാരോട് ഇടപഴകി അടുത്ത് ചെന്ന് ഉള്ള സംസാരത്തിലുമൊക്കെ രാഷ്ട്രീയം പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരും. അപ്പോൾ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നിലവിലിരിക്കുന്ന വികസനത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്ന രീതിയിലേക്ക് അത് മാറും. അത് ആയിരുന്നില്ല ഈ തലേന്ന് വരെയോ അല്ലെങ്കിൽ ഇന്ന് വരെയോ. നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനലബ്ധികളെക്കുറിച്ച് പദവികളെക്കുറിച്ചുള്ള സംഭാഷണങ്ങളായിരുന്നു, UDF പ്രവേശനത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങളായിരുന്നു, തനിക്ക് തൻ്റെ പാർട്ടിക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥാനലബ്ധിയെക്കുറിച്ച് PV അൻവർ മുന്നോട്ട് വച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള ഗ്രൂപ്പ് തർക്കങ്ങളിലേക്ക് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് അത് പോയിക്കൊണ്ടിരുന്നപ്പോൾ അതേക്കുറിച്ചൊന്നും സംസാരിക്കാതെ രാഷ്ട്രീയത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എം സ്വരാജ് സൂചിപ്പിച്ചിരിക്കുന്നു. ഇതിൽ യുവത്വം എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതായിരിക്കും? ആര്യാടൻ ഷൗക്കത്ത്, എം സ്വരാജ് എന്നീ രണ്ട് പേരുടെ മുഖങ്ങൾ ബാനറുകളിലും ഫ്ലക്സുകളിലും നിറയുമ്പോൾ യുവത്വത്തിൻ്റെ പോരാട്ടം എന്നുള്ള നിലയ്ക്ക് അതിനെ എങ്ങനെ കാണാൻ കഴിയും? തീർച്ചയായും ഇതിന് ആദ്യം പറഞ്ഞതിന് മറുപടി പറയാം. ഒരു രാഷ്ട്രീയപരമായ പോരാട്ടം അതായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ സാധ്യത. കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെ TV ചാനലുകളിൽ CPIM-ന് വേണ്ടി കൃത്യമായ ഭാഷയിൽ രാഷ്ട്രീയപരമായി മറുപടി പറയുന്ന നേതാവായിരുന്നു എം സ്വരാജ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത, അതായത് കൃത്യമായും രാഷ്ട്രീയം പറയാൻ അറിയാവുന്ന, പ്രത്യേകിച്ചും CPIM-ന്റെ രാഷ്ട്രീയം വ്യക്തമായി പറയാൻ അറിയാവുന്ന ഒരാൾ ആണ് എം സ്വരാജ്. കാരണം അദ്ദേഹം അങ്ങനെ തന്നെ രാഷ്ട്രീയം പറഞ്ഞു വന്ന ഒരാളാണ്. SFIയിലൂടെയും DYFIയിലൂടെയും പാർട്ടിയിലൂടെയൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രായത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചെറുപ്പത്തിൽ തന്നെ ദേശാഭിമാനിയുടെ റെസിഡന്റ് ആവാനുള്ള ഒരു അവസരം കൂടി അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതും മറ്റ് ശ്രദ്ധേയമായൊരു കാര്യമാണ്. എന്തായാലും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലമ്പൂരിൽ കോൺഗ്രസ് ഉപയോഗിക്കുന്ന രാഷ്ട്രീയത്തിനേക്കാൾ ഒരു പടി കൂടി മുന്നിലായിരിക്കും CPIM-ന്റെ രാഷ്ട്രീയം എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് നമുക്ക് എടുത്തു പറയാനാകും. അത്തരത്തിൽ രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ നേരിടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് എം സ്വരാജ്. അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം തൃപ്പൂണിത്തുറയിൽ പരാജയപ്പെട്ടത് ചെറിയൊരു മാർജിനിലാണ്. അതുമായി ബന്ധപ്പെട്ട കേസുകൾ നടന്നെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു വ്യക്തിത്വമുണ്ട്, രാഷ്ട്രീയ വ്യക്തിത്വമുണ്ട്. ആ രാഷ്ട്രീയ വ്യക്തിത്വം കൃത്യമായി നിലമ്പൂരിൽ ഉപയോഗപ്പെടുത്തിയാൽ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എം സ്വരാജ് എന്ന ചെറുപ്പക്കാരനെ പാർട്ടി നിലമ്പൂരിലേക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ച് മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ നേരത്തെയൊക്കെ ചില ഊഹാപോഹങ്ങളായിരുന്നു ഈ സ്ഥാനാർത്ഥികൾ ചൊല്ലി. എന്നാൽ അപ്പോഴൊന്നും പാർട്ടി നേതാക്കന്മാർ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോലും ഒരു വാക്ക് പോലും സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ഒരു സൂചന പോലും നൽകാതെ മുന്നോട്ട് കൊണ്ടുപോയി. പകരം പാർട്ടി നേതൃനിരയിലേക്ക് ഉള്ളവർ തന്നെ മാത്രം ചർച്ച നടത്തിക്കൊണ്ട് എം സ്വരാജ് എന്ന പേരിലേക്ക് എത്തപ്പെടുമ്പോൾ പാർട്ടിക്ക് കൃത്യമായ നയപരമായ ഒരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനം സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. MS. ഇതിൽ ഏറ്റവും സവിശേഷമായ ഒരു വാക്യം എം സ്വരാജിന്റെ നാവിൽ നിന്ന് വന്നത് കേൾക്കാൻ ഒരു പ്രാസഭംഗിയോടുകൂടി രസമുള്ളത്, തുടർഭരണത്തിന്റെ തുടക്കമാകും ഈ ഒരു പോരാട്ടം എന്നുള്ളതാണ്. തുടർഭരണത്തിന്റെ തുടക്കമാകും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ തുടർഭരണത്തിനുള്ള തുടക്കം ഏറ്റവും ഉചിതമായ വ്യക്തിയിലൂടെ LDF മുന്നോട്ട് വച്ചിരിക്കുന്നു എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടോ? മറുഭാഗത്ത് ഇപ്പോഴും സംശയാസ്പദമായ രീതിയിൽ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഒരു വ്യക്തത വരാത്തത് കൊണ്ട്
തീർച്ചയായും. കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും ഇടതുമുന്നണി ഭരണം സംസ്ഥാനത്ത് വരും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് പാർട്ടിയും അതുപോലെ തന്നെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നത്. അത് നമ്മൾ കണ്ടതാണ്. പാർട്ടിയുടെ സർക്കാർ പിണറായി സർക്കാരിൻ്റെ രണ്ടാം വട്ടത്തിലെ 4ാം വാർഷിക ആഘോഷവേളയിലൊക്കെ തന്നെ അത്തരത്തിൽ ഒരു തുടർഭരണം ഉണ്ടാകും എന്നുള്ള വിശ്വാസം എല്ലാ നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാം പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രയോഗം കറക്റ്റാണ്, കൃത്യമാണ്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് ഇനി കഴിഞ്ഞാൽ പിന്നീട് വളരെ ചുരുങ്ങിയ മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു 8-9 മാസം. അതുകൊണ്ട് തന്നെ ഈ ഒരു അടുത്ത മൂന്നാം മന്ത്രിസഭയ്ക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ മൂന്നാം മന്ത്രിസഭയ്ക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ മൂന്നാം വട്ടമുള്ള തുടർഭരണത്തിന് വേണ്ടിയുള്ള ആദ്യ ചവിട്ടുപടി എന്ന് വേണമെങ്കിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ വിലയിരുത്താം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ പാർട്ടിയും അങ്ങനെ തന്നെയായിരിക്കാം വിലയിരുത്തുന്നത്. കാരണം UDFിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നിലനിന്ന് വരുന്ന സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. നേതൃനിരയിലേക്ക് ആര് വരണം, ആരെ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ പൂർണ്ണമായും ഒരു ചർച്ചയിൽ എത്തിച്ചേർന്നിട്ടില്ല. ഒപ്പം UDFിൻ്റെ ഘടകകക്ഷികൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മാത്രവുമല്ല KPCC പുനഃസംഘടന പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ നടന്നു വരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും ഒറ്റക്കെട്ടായി UDFും കോൺഗ്രസും വരുന്ന ഒരു സാഹചര്യം അത് ഈ ചുരുങ്ങിയ സമയത്തിനകം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി മുതലെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മൂന്നാം വട്ടവും ഇടതുമുന്നണി സർക്കാരിന് തുടർച്ചയായി എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് CPM നേതാക്കന്മാർക്കുള്ളത്. ഒപ്പം ഇടതുമുന്നണി നേതാക്കന്മാരും പങ്കുവയ്ക്കുന്നത്. MS ഇതിൽ M സ്വരാജിനെ പോലെയുള്ള പ്രബലനായ ഒരു യുവ നേതാവിനെ നിലമ്പൂർ അവിടെ ജനിച്ച വളർന്ന ഒരു വ്യക്തിയെ നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ UDF കൂടുതൽ ഒന്ന് സമ്മർദ്ദത്തിലാവുന്നുണ്ടോ? അത് UDF നേതാക്കളാണ് ഉത്തരം പറയേണ്ടത്. ഒരു കാരണവശാലുമില്ല, ഞങ്ങൾ ഇതിന് സമ്മർദ്ദത്തിലാവണം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചവർ അവർ മറുപടി പറഞ്ഞേക്കാം. ഞാൻ ആ ചോദ്യം ചോദിക്കേണ്ടത് D ബിനോയിയോടുമല്ല. എങ്കിലും ഇവിടെ ഈ പ്രചാരണത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ മുമ്പിൽ എത്രത്തോളം ജനങ്ങളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ചാൽ പോലും തലയ്ക്ക് മുകളിൽ ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ തനിക്കെതിരെ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുടെ കുന്തമുന എങ്ങനെ ഉയർന്നു നിൽക്കുന്നതിനെ കുറിച്ച് എപ്പോഴും ആലോചിക്കേണ്ടി വരും. ഒന്ന് മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി വോട്ട് ചോദിക്കാൻ കഴിയാത്ത രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ മുകളിൽ PV അൻവറിൻ്റെ ഡെമോക്രസ് വാൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു ഒരു ഭാഗത്ത്. ആ വാള് മാറ്റിയിട്ട് ആര്യാടൻ ഷൗക്കത്തിന് സ്വതന്ത്രമായിട്ട് സ്വച്ഛമായിട്ടൊന്ന് ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് വോട്ട് ചോദിക്കാനുള്ള അവസരം എത്രയും പെട്ടെന്ന് ഒരുക്കി കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് PV അൻവർ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് എന്ന് ഈ നിമിഷം UDF നേതൃത്വത്തിന് തീരുമാനമെടുക്കേണ്ടി വരില്ലേ? തീർച്ചയായും. അതേ പാർട്ടി CPMൻ്റെ സ്ഥാനാർത്ഥി കൂടി തീരുമാനമായതോടുകൂടി തന്നെ UDF ഒരു കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം UDF പ്രതീക്ഷിച്ചത് M സ്വരാജ് എന്നൊരു പേരിൽ വലിയ പ്രതീക്ഷയില്ലായിരുന്നു. അതിനും അപ്പുറത്തേക്ക് അവിടുത്തുകാരായ മറ്റ് 2-3 പേരുകളാണ് UDF പ്രതീക്ഷിച്ചിരുന്നത്. ഒരു ഈസി വാക്ക് ഓവർ UDFന് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഓരോ വോട്ടിനും അതിൻ്റേതായ വില കാണും എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. കാരണം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രബലനാണ്, ശക്തനാണ്, ആ നാട്ടുകാരനാണ്. ഒപ്പം കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള കഴിവ് M സ്വരാജിനുണ്ട്. ഇതൊക്കെ UDFന് വലിയ തരത്തിലുള്ള ഭീഷണിയാണ്. UDFിനകത്തുള്ള ഓരോ വിഭാഗീയ സ്വരങ്ങളും അത് അവർക്ക് തന്നെ ദോഷമായി മാറും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഒരു പക്ഷേ PV അൻവറിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഉള്ളൊരു നീക്കം ഉണ്ടാകും. അല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ PV അൻവർ പിടിച്ചു മാറ്റുന്ന ഓരോ വോട്ടും അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് പോകുന്ന ഓരോ വോട്ടും UDFന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഈ നമ്മൾ നിലമ്പൂരിലെ മത്സരം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുക. എന്തായാലും നിലമ്പൂരിൽ UDFന് പോരാട്ടം അല്പം കടുകട്ടിയാവുമെന്നുള്ളതിന് സംശയം വേണ്ട. കൃത്യമായി ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള മുന്നോട്ട് പോക്ക് നടത്തിയാൽ മാത്രമേ UDFന് അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ ഒരു ഉന്നതനായ സ്ഥാനാർത്ഥിയാണ് M സ്വരാജ്. M സ്വരാജിനെ അങ്ങനെ വില കുറച്ച് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായിരുന്നു. കാരണം മലപ്പുറം SFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അവിടെയാണ് അദ്ദേഹം പഠിച്ചു വളർന്നത്. നിലമ്പൂരുമായി അടുത്ത ബന്ധമുണ്ട്. ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്തിനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് UDFിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VV പ്രകാശ് പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ അവിടെ മുഴുവൻ കേൾക്കുന്നുണ്ട്. അതാരും വിളിച്ചു പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ പരാജയ കാരണങ്ങളൊക്കെ തന്നെ അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നന്നായിട്ട് അറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ സങ്കീർണതകൾ മാറ്റിയിട്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ UDFന് വലിയ വില തന്നെ നൽകേണ്ടി വരും. MS
ഇവിടെ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് മറ്റാര് സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും അതിൽ നിന്ന് വ്യത്യസ്തത വരുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ നാളുകളിലുടനീളം LDF സർക്കാരിൻ്റെ ഈ രണ്ടാം തുടർഭരണ കാലഘട്ടത്തിലും ആദ്യ ഭരണ കാലഘട്ടത്തിലുമൊക്കെ ടെലിവിഷൻ ചാനലുകളിൽ ഓരോരോ പാർട്ടി നയങ്ങളെക്കുറിച്ച് കൃത്യതയോടുകൂടിയും വ്യക്തതയോടുകൂടിയും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. അപ്പോൾ നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുമെന്ന് പറയുമ്പോൾ തന്നെയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും കാരണവശാൽ എം സ്വരാജ് തോറ്റാൽ തന്നെയും ആ തോൽവി ഒരു തോൽവി അല്ലാതാവുന്ന രീതിയിൽ അവിടെ എം സ്വരാജ് പറയുന്ന രാഷ്ട്രീയം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് ഉടനീളം എത്താൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് നിലമ്പൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ഈ പ്രചാരണ വേളയിൽ എം സ്വരാജ് പറയുന്ന ഓരോ കാര്യവും സവിശേഷമായി കേരളത്തിലെ പൊതുമണ്ഡലം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നു. രാഷ്ട്രീയം ചർച്ചാ വിഷയമാവുന്നു, സ്ഥാനലബ്ധികൾ ചർച്ചാ വിഷയമാവുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ തുടർഭരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ തന്നെ നിലമ്പൂരിൽ നിശ്ചയിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. ഒന്ന്. രണ്ടാമത്, ഇതുവരെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് കൃത്യമായി ഈ തുടർഭരണത്തിന് മുന്നോടിയായ ഒരു തെരഞ്ഞെടുപ്പിൽ അത് പറയുവാനും അത് സംബന്ധിച്ച വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനുമുള്ള ഒരു സമയം കൂടിയാണ് LDFന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ പ്രചരണ പരിപാടികൾ നിലമ്പൂരിലാണെങ്കിലും അതിൻ്റെ അലയൊലികൾ സംസ്ഥാനത്തിൻ്റെ 140 നിയമസഭ മണ്ഡലങ്ങളിലും എത്തിച്ചേരും എന്നുള്ളത് കൃത്യമാണ്, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഭാഷയിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും കൃത്യമായ ഒരു അച്ചടക്കത്തോടു കൂടിയും പാർട്ടി മുന്നോട്ട് പോകും. അതിൽ യാതൊരു മാറ്റവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഒരു അല്പം പോലും പിന്നോട്ട് പോകാതെ ഉചിതമായ സ്ഥലത്ത് ഏറ്റവും ശ്രദ്ധേയനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് CPIM മുന്നോട്ട് വന്നിരിക്കുന്നത്. CPIMൻ്റെ നേട്ടം അവിടെയാണ്, അവരുടെ കൃത്യമായ രാഷ്ട്രീയം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ ഒരു പൊതുസമ്മതനെയോ അല്ലെങ്കിൽ ഒരു പൊതു താല്പര്യ മത്സരത്തിലുള്ള സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മത്സരിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ മത്സരം അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയപരമായ മത്സരത്തിന് അല്പം ഒന്ന് പിന്നോക്കം പോകേണ്ടി വരും. എന്നാൽ ഇവിടെ അതല്ല. CPIMൻ്റെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനെ തന്നെ അവിടെ മത്സരിപ്പിക്കാനുള്ള ചുമതല നൽകിക്കഴിയുമ്പോഴേക്കും പാർട്ടി അണികളിൽ ഉണ്ടാകുന്ന ആവേശം പത്തിരട്ടിയായിരിക്കും. അതുമാത്രവുമല്ല, കൃത്യമായ രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെയും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അവിടുത്തെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയും. ഇവിടെ പാർട്ടി അതിൻ്റെ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 9 വർഷത്തെ ഭരണ നേട്ടങ്ങൾ, സർക്കാരിൻ്റെ വിലയിരുത്തലുകൾ എല്ലാം കൃത്യമായി പറഞ്ഞ് മുന്നോട്ട് പോകും എന്നത് ഉറപ്പാണ്. MS ഇതിൽ ആദ്യഘട്ടത്തിൽ എം സ്വരാജിനേക്കാൾ ഉപരിയായിട്ട് ചില സ്വതന്ത്രരെയൊക്കെ പരിഗണിക്കാൻ ശ്രമിച്ചിരുന്നു CPIM എന്നുള്ള വാർത്തകൾ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അങ്ങനെ സ്വതന്ത്രരെ പോലും സമീപിക്കുകയുണ്ടായി. അത് വിട്ടിട്ട് പിന്നീട് ഈ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് വിജയ സാധ്യതയുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം കൃത്യമായിട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതിൻ്റെ സൂചനയായിട്ട് അതിനെ കരുതാൻ കഴിയുമോ? തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥാനാർത്ഥി നിർണയം, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. എന്നിരുന്നാൽ തന്നെയും ആ UDFനകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും PV അൻവറിനെ പോലുള്ള ഒരാളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, ആ ചർച്ചകൾക്ക് കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെയായും UDFന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. അതിൻ്റെ മുന്നിലുള്ള പ്രതിസന്ധിയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് UDFൽ നിലനിൽക്കുന്ന പ്രശ്നം കോൺഗ്രസിനകത്തുള്ള 2 സ്വരങ്ങളാണ്. ഒന്ന്, PV അൻവറിനെ ഉൾക്കൊള്ളിക്കണം എന്ന നിലപാടുമായി പഴയ KPCC അധ്യക്ഷന്മാർ നിൽക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ, സ്ഥാനാർത്ഥിയെ കരിവാരി തേക്കുന്ന കാര്യത്തിലൊക്കെ PV അൻവർ എടുത്ത നിലപാടുകൾ അത് അംഗീകരിക്കാനാകില്ല എന്ന് ഒരു വിഭാഗം ബാധിക്കുന്നു. അങ്ങനെ 2 വിഭാഗങ്ങളായി നിന്നുകൊണ്ട് ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാത്ത ഘട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം UDFന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി പോകാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ തന്നെയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയപരമായ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അത് പ്രത്യേകിച്ചും CPIMൻ്റെ കാര്യത്തിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അവിടെ വിജയസാധ്യത തന്നെയായിരിക്കും അവരുടെ മുന്നിൽ. വിജയത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും CPIM കാണുന്നുമില്ല. അല്ലെങ്കിൽ ഒരു കാരണവശാലും അവർ ഇങ്ങനെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനെ 8 മാസം നീണ്ടു നിൽക്കുന്ന ഒരു നിയമസഭാ സാമാജികനാക്കി മാറ്റാൻ ഒരിക്കലും തയ്യാറെടുക്കില്ലായിരുന്നു. MS LDF